ഹലോ എവ്രി വൺ, മൈ നെയിം ഈസ് ഹക്കീം മുഹമ്മദ്. പുതിയൊരു ലീഡ് കോഡ് ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 136 സിംഗിൾ നമ്പറാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു അറേ തരും. ആ അറയിൽ ഒരു നമ്പർ വെച്ച് ബാക്കിയുള്ള നമ്പറൊക്കെ മൾട്ടിപ്പിൾ ടൈം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ആ സിംഗിളായിട്ട്, അതായത് റിപ്പീറ്റഡ് അല്ലാതെ വന്ന ആ നമ്പർ ഫൈൻഡ് ചെയ്യാനുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ഒരു അറേ തരും, അതിൽ ഒരു നമ്പർ വെച്ച് ബാക്കിയുള്ള എല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ യുണീക്ക് നമ്പർ ഏതാണുള്ളത് ഫൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ബിറ്റ് വൈസ് എക്സോർ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വേരിയബിളിൽ 10ഉം മറ്റൊരു വേരിയബിളിൽ 5ഉം എടുത്ത്, അപ്പോൾ ഈ 10ഉം 5ഉം എടുത്ത് ഇനി ഈ കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എ എക്സ് ഓർ ബി എന്ന് കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 4 ബൈറ്റ് എടുക്കുകയാണെങ്കിൽ 2 4 8. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യും, 10നെ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. 10നെ ബൈനറി ഫോമിൽ കൺവേർട്ട് ചെയ്ത് പറഞ്ഞാൽ 1 0 1 0, അതായത് 8 + 2 ആണ് 10 വരുന്നത്. അതാണ് 1 1 ഇവിടെ, ബാക്കി 2 0 ആയത്. ഇനി 5നെ ബൈനറിയിൽ കൺവേർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യും, 4 + 1 ആണ് 5. അപ്പോൾ ഇത് രണ്ടും 1ഉം മറ്റു രണ്ടും 0 ആയിരിക്കും. ഇങ്ങനെ ബൈനറി കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഓപ്പറേറ്റർ എന്താണ് ചെക്ക് ചെയ്യുക വെച്ചാൽ, ഈ ബൈനറി ഫോർമാറ്റിൽ രണ്ടും ഈക്വൽ ആയിട്ട് വന്നത്, അതായത് ഇവിടെ 1 ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 0 വരും. ഇവിടെ ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ 1 വരും. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ 1 0 ഡിഫറെൻ്റ് ആണ്, ഇവിടെ 1 0 ഡിഫറെൻ്റ് ആണ്, ഇവിടെയും ഡിഫറെൻ്റ് ആണ്, ഇവിടെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ടോട്ടൽ കൂട്ടും, അതായത് 8 + 4 12 14 15. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടുക 15 ആണ് ഔട്ട്പുട്ട് കിട്ടുക. സോ ഇങ്ങനെയാണ് ഈ എക്സോർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉണ്ട്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് ആൻഡ്, ഇതുപോലെ ഒരുപാട് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉണ്ട് ബൈനറി ലെവലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജെന്നീസ് ലെക്ചറിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മൾ എക്സോർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വേരിയബിൾ എടുക്കുകയാണ്, ജസ്റ്റ് ഒരു വേരിയബിൾ എടുക്കാം. ആ വേരിയബിളിൽ 0 വാല്യൂ അസൈൻ ചെയ്യാം. 0 അസൈൻ ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് റൺ ചെയ്യുക. ഈ അറേൻ്റെ നമ്മൾ ഒരു ലൂപ്പ് റൺ ചെയ്യാം. for let I assign 0 I less than a dot length and I plus plus. അപ്പോൾ ഇതാണ് ലൂപ്പ്. ഇനി ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ നടക്കുന്നത് വെച്ചാൽ, ബി എക്സോർ അസൈൻ ഈ അറയിലുള്ള ഓരോ വാല്യൂ, അതായത് ബിയിലേക്ക് ഇതിലുള്ള ഓരോ വാല്യൂ എക്സോർ ഓപ്പറേറ്റർ ചെയ്തതിന് ശേഷം അസൈൻ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്ന ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഈ ലൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിയിൽ എന്താവും, ഇതിലുള്ള ആ അറയിലുള്ള യുണീക്ക് വാല്യൂ മാത്രമായിരിക്കും ബിയിൽ സ്റ്റോർ ആവുക. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ബി എങ്ങനെയാണ് ബീനെ ഫസ്റ്റ് നമുക്ക് ബൈനറി കൺവേർട്ട് ചെയ്യാം. 4 ബൈറ്റ് ആണ് ഇവിടെ എടുക്കുന്നത് നമ്മൾ, 1 2 4 8. ഓക്കെ, 4 ബൈറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബിയിൽ വാല്യൂ 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്പർ പറഞ്ഞത് ഏതാണ്, 2 ആണ്. അപ്പോൾ 2 എങ്ങനെയാണ് ബൈനറിയിൽ കൺവേർട്ട് ചെയ്യുക, 2നെ ബൈനറി കൺവേർട്ട് ചെയ്യുന്നവരെ ഇവിടെ മാത്രം വാല്യൂ ഉണ്ടാവും, ബാക്കി മൊത്തം 0 ആയിരിക്കും. ഇങ്ങനെയാണ് 2നെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സോർ ഓപ്പറേറ്റർ കഴിഞ്ഞാൽ, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താ, 0 0 സെയിം ആണ്. അപ്പോൾ 0 വരും, ഇവിടെ സെയിം ആണ്, 0 വരും. ഇവിടെ ഡിഫറെൻ്റ് ആണ്, ഇവിടെ 1 വരും. ഇവിടെ സെയിം ആണ്, 0 0 സെയിം ആണ്, അപ്പോൾ വീണ്ടും 0 വരും. അപ്പോൾ ബീൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താവും, ബീൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് 2 എന്നാവും. ഇനി അടുത്ത എലമെന്റിൽ വരുന്നത് വെച്ചാൽ 4 ആണ്. അപ്പോൾ ഇനി 4നെ 2 ആയിട്ട് എക്സോർ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം അതിനെ ആ ബിയിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ബിയിലുള്ളത് എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ 2 0 0 ഇതാണ് 2. ഇനി നമുക്ക് ഇനി അടുത്ത വാല്യൂ അതായത് 4 ആണ്. അപ്പോൾ 4നെ ആദ്യം ബൈനറിയിൽ കൺവേർട്ട് ചെയ്യും. 4നെ ബൈനറിയിൽ കൺവേർട്ട് ചെയ്യുന്നത് ഇവിടെ 1ഉം ബാക്കി ഫുള്ള് 0 വരും. ഓക്കെ, ഇത് 4 ഇത് 2 ആണ്. അപ്പോൾ ഈ
4നെ ഇതുമായിട്ട് എക്സോർ ഓപ്പറേഷൻ ചെയ്ത് ചെയ്യുന്നേരം ഇവിടെ രണ്ട് സെയിം ആണ്, 0 വരും. ഇവിടെ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ഇവിടെ 1 വരും. ഇവിടെ ഡിഫറെൻ്റ് ആണ്, 1 വരും. ഇവിടെ 0 ആണ്, സെയിം ആണ്, അതുകൊണ്ട് 0 തന്നെ വരും. അപ്പോൾ ഈ ബിയിലുള്ള വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇവിടെ 1 പറഞ്ഞാൽ 4ഉം 2ലും 1 ആണ്, അപ്പോൾ 4 + 2 6 ആവും. അപ്പോൾ ഇവിടുത്തെ ബിയിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് 6 ആവും. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്പർ പറയുന്നത് ഇതിൽ അറിയില്ല, ലാസ്റ്റ് നമ്പർ 2 ആണ്. അപ്പോൾ 2നെ 6ആയിട്ട് എക്സോർ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ആ ബിയിലേക്ക് ആ വാല്യൂ അസൈൻ ആവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം 6 ആണ് ബിയിലുള്ളത്. ബിയിൽ 6 എന്ന് പറയുമ്പോൾ ഇവിടെയും 0 ആക്കി, ഇവിടെയും 1, ഇങ്ങനെ. അതിനാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 6, ഇതാണ് 6. ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2ൽ മാത്രം 1, ബാക്കി മൊത്തം 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ രണ്ടും എക്സോർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ 0 0 സെയിം ആണ്, അപ്പോൾ എന്ത് 0 വരും. ഇവിടെ ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്ത് വരും? 1 വരും. ഇനി ഇവിടെ 1 1 ഇവിടെ സെയിം ആണ്, 1 1 ആണെന്നല്ലോ, ഒക്കെ ഇവിടെ സെയിം ആണോ നോക്കുക. അപ്പോൾ സെയിം ആണ്, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 0 വരും. ഇനി ഇവിടെയും സെയിം ആണ്, അപ്പോൾ 0 വരും. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഉള്ള വാല്യൂ, ഇപ്പോൾ ഒരു ബിയിലെ വാല്യൂ എന്തായിട്ടുണ്ടാവും? ഇവിടെ ഒരു മാത്രമാണ്, 1 എന്ന് പറഞ്ഞാൽ 4 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈ അറയിലെ യുണീക്ക് എലമെന്റ്, അതായത് 4 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്തത്? ഈ ലൂപ്പ് റൺ ചെയ്തതിനു ശേഷം ഈ ബീനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള യുണീക്ക് എലമെന്റിനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലീഡ് കോഡ് ചലഞ്ചിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു വേരിയബിൾ അസൈൻ ചെയ്യാം. അസൈൻ 0, ഒരു ലൂപ്പ് റൺ ചെയ്യുക. ഫോർ ലെറ്റ് അസൈൻ 0 എസ് എക്സോർ അസൈൻ നംസ് 5. എന്നിട്ട് അവസാനം ഈ വേരിയബിൾ എസ് പറഞ്ഞ വേരിയബിൾ റിട്ടേൺ ചെയ്താൽ അതിൽ ആ യുണീക്ക് നമ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കോഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ കോഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. So that's all about today video. So thank you for watching.